ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനീഷ് എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനീഷ്, യഥാർത്ഥ പേരല്ല. 27 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷം ആകാറായി. നല്ല സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആദ്യം കുറേ പെണ്ണ് കാണാനൊക്കെ പോയി, ഒന്നും ശരിയായില്ല. അവസാനമാണ് ഞാൻ മനസ്സിൽ കണ്ട സുന്ദരിയായ എൻ്റെ ഭാര്യ. തൽക്കാലം അവളെ അനു എന്ന് വിളിക്കാം. അനു അവളുടെ ഉമ്മയുടെയും ബാപ്പയുടെയും ഒറ്റ മകളാണ്. ബാപ്പയ്ക്ക് ഗൾഫിൽ ബിസിനസ്സാണ്. പുള്ളി ഗൾഫിൽ പോയും വന്നും ഇരിക്കുന്നു. നല്ല സെറ്റപ്പും കാര്യങ്ങളുമൊക്കെയാണ്. പിന്നെ അമ്മയും മകളും തമ്മിൽ ഇത്തിരി ഓവർ അറ്റാച്ച്ഡ് ആണ്. കൂടുതൽ കൊഞ്ചിച്ചതിൻ്റെ കുഴപ്പമൊക്കെ അവൾക്ക് ഉണ്ട്. എന്നാലും സുന്ദരിയായ ഒരു യുവതിയെ എങ്ങനെയാണ് വിട്ടുകളയുക? അതുകൊണ്ട് തന്നെ കെങ്കേമുമായിട്ട് എൻ്റെ കല്യാണം നടന്നു. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അമ്മായിമ്മയാണ്. മിക്ക സ്ഥലത്തും അങ്ങനെയായിരിക്കുമല്ലോ. കാരണം അമ്മായിമ്മ അതീവ സുന്ദരിയാണ്. അവർ എൻ്റെ ഭാര്യയുടെ അമ്മയാണെന്നൊന്നും പറയില്ല, ചേച്ചിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും ചെറുപ്പമാണ്. അമ്മായിമ്മയേക്കാൾ 10 വയസ്സ് മൂത്തതാണ് ഭർത്താവ്. പുള്ളിക്കാരൻ അമ്മായിമ്മയുടെ ഒരു പാവാട താങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സ്വഭാവമാണ്. വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ. ബിസിനസ്, കാശുണ്ടാക്കുക, ഇതിലൊക്കെയാണ് ശ്രദ്ധ. പിന്നെ സ്വന്തം ഭാര്യ എന്ത് പറഞ്ഞാലും ബൊമ്മ പോലെ തലയാട്ടും. അതുകൊണ്ട് പുള്ളിക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പക്ഷേ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ ഒരു ഡിമാൻഡ്, മോനെ, ഞാനിവിടെ തന്നെയാണ് താമസിക്കുന്നത്, പക്ഷേ ജോലിക്കാരൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ താമസിച്ചേ പറ്റുമെന്ന്. എൻ്റെ വീട്ടിലാണെങ്കിൽ അതൊന്നും പ്രശ്നമില്ല. കാര്യം വീട്ടിൽ 2 അനിയന്മാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനും ഭാര്യയും കൂടെ അവരുടെ വീട്ടിൽ പോയി എല്ലാ ആഴ്ചയും താമസിച്ചെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ മാസത്തിലും കുറേ അധികം ദിവസങ്ങൾ ഞങ്ങളിവിടെ താമസിക്കും. ഉമ്മയ്ക്ക് ഭയങ്കര ഉത്സാഹമാണ്. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും വേലക്കാരോട് പറഞ്ഞ് പലതും വെച്ച് വിളപ്പിത്തരും. അതല്ലാതെ പുള്ളിക്കാര്യം പ്രത്യേകിച്ച് വിഭവങ്ങൾ ഉണ്ടാക്കി എൻ്റെ അടുത്ത് നിർത്തിവെക്കും. മോനെ കഴിക്ക് എന്നൊക്കെ പറഞ്ഞ് വാത്സല്യത്തോടു കൂടി കഴിപ്പിക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഏറ്റവും ആദ്യം അമ്മായിയമ്മ എന്നോട് പറഞ്ഞത്, ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം, പെട്ടെന്നൊന്നും എൻ്റെ മോള് പറയരുത്. അതെന്താ ഉമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ എന്നോട് പറഞ്ഞു, അതങ്ങനെയാണ്, അവൾ കൊച്ചുകുട്ടിയല്ലേ, ജീവിതമോള് നന്നായിട്ട് ആസ്വദിക്കട്ടെ. ഒരു 2 വർഷം കഴിഞ്ഞ് മതി കുട്ടികൾ. അത്രയും നാളും നല്ല രീതിയിൽ ആസ്വദിച്ച് ജീവിക്കണം. അല്ലാതെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാ മോനെ എന്ന് പറഞ്ഞു. അമ്മായിയമ്മ പറഞ്ഞത് ശരിയാണ്. പെട്ടെന്ന് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈഫിൻ്റെ രസം പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പ്ലാനിങ് ഒക്കെ വേണം. ഞാൻ ഭാര്യയുമായി ഡിസ്കസ് ചെയ്തു. അവളാണെങ്കിൽ പറഞ്ഞത്, ഇക്കയുടെ ഇഷ്ടം പോലെ, ഇക്ക പറഞ്ഞ പോലെ ഞാൻ കേട്ടോളാം എന്ന് ആദ്യം നമ്രശിരസ്കയായി പറഞ്ഞു. എന്തൊരനുസരണമുള്ള നല്ലൊരു പെൺകുട്ടി എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഡേറ്റൊക്കെ നോക്കി വളരെ നന്നായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. എന്നാൽ ഡേറ്റ് ഇല്ലാത്ത ദിവസങ്ങളിലും അവളെന്നോട് പറയാൻ തുടങ്ങി, ഇക്ക മറ്റെന്തെങ്കിലും പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ച് ഇക്ക മറ്റ് ദിവസങ്ങളിലും എനിക്ക് വേണ്ടി കൂടുതൽ ഉയരത്തിലേക്ക് എത്തണമെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഭാര്യയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു സകലകലാ വല്ലഭനാണോ എന്ന് എനിക്കപ്പോഴാണ് സംശയം തോന്നിയത്. മുൻ അനുഭവങ്ങൾ എനിക്ക് അധികമില്ല. ആഗ്രഹം നന്നായിട്ടുണ്ട്. സൗന്ദര്യമുള്ള പല സ്ത്രീകളോടും എനിക്കൊത്തിരി താല്പര്യം തോന്നിയിട്ടുണ്ട്. പക്ഷേ പോകാൻ ഒരു മടിയായിരുന്നു. അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഒന്ന് വട്ടമൊപ്പിച്ചപ്പോൾ എനിക്ക് അസാധാരണമായ ധൈര്യം വന്നു. അപ്പോൾ ഭാര്യയുടെ ഈ ഒരു റിക്വസ്റ്റോട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളോട് ചോദിച്ചു, അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന്. അപ്പോൾ അവൾ കൊലക്കൊമ്പൻ്റെ കൊമ്പിന് പിടിച്ചിട്ട് പറയുകയാണ്, അനീഷിക്ക, ഈ കൊമ്പൻ്റെ കൊമ്പില്ലാതെ മുന്നോട്ട് പോകാൻ അനുവിന് വയ്യ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളങ്ങ് പറ, നമുക്ക് മറ്റബദ്ധങ്ങളൊന്നും ഉണ്ടാകാതെ മാക്സിമം എല്ലാ ദിവസങ്ങളും ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു, ഭാര്യ ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ ഞാനായിട്ട് എന്തിനാണ് നിയന്ത്രണങ്ങൾ വെക്കുന്നത്? എങ്കിലും ശ്രദ്ധിച്ചും കണ്ടും എല്ലാ ദിവസങ്ങളും അവളും ഞാനും ഒന്നിച്ച് മുന്നോട്ട് നല്ല സ്പീഡിലോടി. ഒരു ദിവസം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അനു എനിക്ക് അപ്പവും മുട്ടക്കറിയും വിളമ്പി തന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അമ്മായിമ്മ അവിടെ വന്നിട്ട് പറയുകയാണ്, എടി, 1 മുട്ടയാണോ അവനെ കൊടുക്കുന്നത്? അവന് 2 മുട്ട അങ്ങോട്ട് കൊടുക്കുക, അവൻ നന്നായി മുട്ട കഴിക്കട്ടെ. അതെന്തിനാ ഉമ്മ? അതൊന്നും എനിക്കറിയില്ലേ.
പോകുന്നതിനനുസരിച്ച് അകത്തേക്ക് വല്ലതും ചെല്ലണമെന്നാണ് പഴമക്കാർ പറഞ്ഞത്. അപ്പോൾ ഭാര്യ അത്ഭുതത്തോടുകൂടി എന്തു പോകുന്നതിനനുസരിച്ച്, എടി എന്താ പോകുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് എന്നെ നോക്കിയിട്ട് അമ്മായിമ്മ പെട്ടെന്നങ്ങ് പോയി. ഭാര്യ വേറെന്തോ വിചാരിച്ചു. പക്ഷേ എനിക്ക് മനസ്സിലായി എന്തോ ഉന്നം വെച്ച് തന്നെയാണ് ഉമ്മ പറഞ്ഞത്. പക്ഷേ ഇവിടെ മുന്നേ വെച്ച് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അനു ചിലപ്പോൾ തെറ്റിദ്ധരിക്കും, പിണങ്ങും. അത് വേണ്ട, ഭാര്യ പിണക്കിട്ട് കാര്യമില്ലല്ലോ. അമ്മായിയമ്മയെ കൈ കിട്ടുമ്പോൾ ഒന്ന് ചോദിക്കണം, അമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന്. അമ്മ മനസ്സിലെന്തൊക്കെയോ ഉദ്ദേശിക്കാൻ തുടങ്ങി എന്നെനിക്ക് തോന്നി. ഒരു കിരികിരിപ്പ് എനിക്കുണ്ടായി. കാര്യം ഉമ്മയ്ക്കും എന്നോട് താല്പര്യമുണ്ടെന്ന് ആ മൊമെൻറ്റിൽ എനിക്ക് തോന്നി തുടങ്ങി. വളച്ചാൽ വളയുന്ന കമ്പിയാണെങ്കിൽ ആരും ഒന്ന് വളയ്ക്കാൻ ശ്രമിക്കുമല്ലോ. അവിടെ എൻ്റെ മനസ്സിലും അത് വർക്കൗട്ടായി. അവരോട് ചോദിക്കണം എന്ന് എൻ്റെ മനസ്സ് നന്നായി വിങ്ങിയിരിക്കുകയായിരുന്നു. ഒരു ദിവസം അനു പുറത്തേക്ക് പോയി. ആ സമയത്ത് ഉമ്മ അടുക്കളയിൽ വറക്കുകയോ പൊരിക്കുകയോ ചെയ്യുകയായിരുന്നു. ഞാൻ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അലുമ, കഴിഞ്ഞ ദിവസം ഉമ്മ രാവിലെ പറഞ്ഞല്ലോ പോകുന്നതിനനുസരിച്ച് അകത്തേക്ക് വലുതും ചെല്ലണമെന്ന്. ഉമ്മ എന്തുദ്ദേശിച്ചാ പറഞ്ഞെന്ന്. അപ്പോൾ ഉമ്മ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ല? ഞാൻ പറഞ്ഞില്ല. ആ എടാ, നിനക്ക് മനസ്സിലായില്ലെന്ന് നീ ഭാവിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്രയും ദിവസം കഴിഞ്ഞ് അത് മനസ്സിലിട്ട് ഉരുട്ടി കളിച്ചിട്ട് നീ എൻ്റെ അടുത്ത് നിൻ്റെ ഭാര്യ പുറത്തു പോയ തക്കത്തിൽ വന്ന് ചോദിക്കില്ലായിരുന്നു. നീ നന്നായി അധ്വാനിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ ഉമ്മ അങ്ങനെ പറഞ്ഞത്? ഷൂ, അവനൊന്നും അറിയില്ല. എടാ, ഒരു ദിവസം പോലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് വിശ്രമമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാനും കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായതാണ്. അപ്പോൾ എനിക്കറിയാം നിനക്ക് ഇത്തിരി ആക്രാന്തം കൂടുതലാണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. കൂടുതൽ പണിയെടുക്കുന്നവൻ കൂടുതൽ കഴിക്കണം. കാര്യം ഊർജ്ജനഷ്ടമുണ്ടാകുകയല്ലേ, ഊർജം നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കൈകൊണ്ട് എനിക്കൊരു കുത്തു തന്നു. സത്യം പറഞ്ഞാൽ ആ കുത്തു കൊണ്ടത് എവിടെയാണെന്ന് എനിക്കിവിടെ പറയാൻ പറ്റില്ല. എങ്കിലും എല്ലാവർക്കും മനസ്സിലാകും. ആ നിമിഷം തന്നെ എൻ്റെ മനസ്സ് ശരീരവും മാറി മറിഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളിക്കാരി പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഇത്തിരി ഇപ്പുറത്തേക്ക് മാറി ഡൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് വന്നു. ഞാനും പുറകെ വന്നു. അപ്പോൾ ഉമ്മ, എന്താടാ നീ എൻ്റെ പുറകെ വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, പുറകെ വരുന്ന രീതിയിൽ ഉമ്മ എന്നെ ആക്കി തീർത്തെന്ന്. അതിന് ഞാൻ നിന്നെ എന്ത് ചെയ്തു? ഇപ്പം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് നിനക്ക് എന്തായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തായെന്നുള്ള തെളിവ് കണ്ടു എന്ന് പറഞ്ഞ് തെളിവുകൾ ഉമ്മയ്ക്ക് മേൽ ഞാൻ ശരിക്കും സമർപ്പിച്ചു. ഉമ്മ തെളിവ് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ പൊന്നുമോനെ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല. ഈ തെളിവ് കണ്ട് ഞാൻ ഓർക്കുകയാണ്, എൻ്റെ മോൾ എങ്ങനെയാടാ ഈ തെളിവുകളെല്ലാം കൊണ്ട് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നത്? ഞാൻ പറഞ്ഞു, അവൾക്ക് സന്തോഷമാണ്. ആക്ച്വലി തെളിവുകൾ എന്നും തെളിവുകളായി വേണമെന്ന് ഉമ്മയുടെ മോളാണ് പറഞ്ഞത്. ഷോ, എൻ്റെ മോള് വല്ലാത്തൊരു മിടുക്കി തന്നെ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, സെലക്ഷൻ എൻ്റേതാണ്. അതെന്താ ഉമ്മ? എടാ, നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു പയ്യനാണ്, ഇവനെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ മോളോട് സജസ്റ്റ് ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടിമുടിയൊന്ന് നോക്കിയടാ. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. എനിക്ക് ഉപകാരമുണ്ടായില്ലെങ്കിലും എൻ്റെ മോൾക്ക് നല്ല ഉപകാരമുണ്ടാകുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ ഈ തെളിവ് വിചാരിച്ചതിനേക്കാളിലും ഒത്തിരി മേലെയാണ്. ഉമ്മയ്ക്കും ഈ തെളിവുകൾ സ്വന്തമാക്കാൻ പറ്റുമോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, തെളിവ് ഉമ്മയെ തേടി വരികയായിരുന്നു. ഉമ്മ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ഒരവസരം, ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഉമ്മ ചാടി വീഴുകയായിരുന്നു. താലോലം, ഉമ്മയ്ക്ക് താലോലത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത്രയ്ക്കും താലോലവതിയായിരുന്നു അവർ. അത് കഴിഞ്ഞപ്പോൾ അവർ ഒരു കുറിഞ്ഞിപ്പൂച്ചയായി. പാത്രത്തിൽ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അവർ കട്ടുകൊണ്ടോടിപ്പോയി. അത്രയ്ക്കും രുചികരമാണെന്ന് അവർക്ക് തോന്നിക്കാണും. ആ കള്ളിപ്പൂച്ച അവരുടെ പ്രകടനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അവസാനം എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ ഇത്രയും പോരാ, ഉമ്മയ്ക്ക് വിശാലമായ പല കാര്യങ്ങളും ഇന്ന് നടക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല. എന്തായാലും മനു ഇപ്പോഴെങ്ങും വരികയില്ല. അതുകൊണ്ട് തന്നെ ഉമ്മയെ ഞാൻ എടുത്ത് ഒന്ന് ചുറ്റിക്കറക്കി. പിന്നെ ഞാൻ ഉമ്മയെ കയ്യിലെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ റൂമിലേക്ക് പോയത്. ഉമ്മ പറഞ്ഞു, നീ ഇന്ന് എനിക്ക് എൻ്റെ ഭർത്താവിനെ പോലെയാണെന്നും. ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞാലോ? എന്നും നീ എനിക്ക് ഭർത്താവായിരിക്കും. അന്ന് അമ്മായിയമ്മയ്ക്ക്
ഹാലിളകിയ ദിവസമായിരുന്നു. അവർ ഞാൻ വിചാരിച്ച ഒരു കക്ഷിയല്ല. ഒത്തിരി കാലിബറുള്ള, ഒത്തിരി മൈലേജുള്ള, ഒത്തിരി കളരിച്ചൂടുകൾ വശമാക്കിയ ഒരാശാട്ടിയാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അന്ന് പരസ്പരം ഞങ്ങൾ മത്സരിക്കുകയായിരുന്നു. ഒരു സ്നേഹ മത്സരം. അതിൽ ഞങ്ങൾ രണ്ടുപേരും വിജയിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായപ്പോഴാണ് അനു വന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും സ്വാഭാവികമായി അങ്ങ് പെരുമാറി. അവസരം കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ ഉദ്യാനം വൃത്തിയാക്കി പൂ പറിച്ചുകൊണ്ടിരുന്നു. ഒരു സുപ്രഭാതത്തിലുണ്ട് അനു അത് കണ്ടുപിടിച്ചു. കാര്യം അവൾ കണ്ടാലും പ്രശ്നമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഞങ്ങൾ വന്നു. അവൾ പുറത്തു പോയി കഴിയുമ്പോഴേക്കും ഉടനെ തിരിച്ചു വരില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളുടെ മനസ്സ്. ആക്രാന്തം മൂത്ത മനസ്സിന് അന്തി ഏതാ ചന്ത ഏതാന്ന് അറിയില്ലല്ലോ. എന്തായാലും അങ്ങനെ സെറ്റപ്പ് ആയിരുന്നതുകൊണ്ട് ഞങ്ങളുടെ കർമ്മകാന്ഡം ഉടനെ തുടങ്ങി. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് എന്തോ സംശയമുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് തിരിച്ചു വന്ന് ഞങ്ങളെ കൈയോടെ പിടികൂടി. ആ സമയത്ത് അമ്മയും മകളും തമ്മിൽ മുടിഞ്ഞ വഴക്ക്. എനിക്കാണെങ്കിൽ അതിൻ്റെ നടുക്ക് മിണ്ടാതിരിക്കേണ്ടി വന്നു. ഉമ്മ പറയുകയാണ്, എനിക്ക് എൻ്റെ മരുമകനെ ഭർത്താവിനെ പോലെ തന്നെ വേണം. നിനക്ക് വേണ്ടെങ്കിൽ അവനെ ഉപേക്ഷിച്ചു. ഇനിയിപ്പോൾ നിൻ്റെ ഉപ്പയെ ഉപേക്ഷിക്കേണ്ടി വന്നെന്ന് പറഞ്ഞാലും എൻ്റെ മരുമകനെ ഞാൻ ഉപേക്ഷിക്കില്ല. പക്ഷേ എൻ്റെ ഭാര്യ ഇത്തിരി ഓവറായി സംസാരിച്ചു. ആ സമയത്താണ് ഉമ്മ എല്ലാം അഴിച്ചു പുറത്തിട്ടത്. എടീ, നീ കിടന്ന് വലുതായിട്ട് ഒച്ച ഉണ്ടാക്കേണ്ട കാര്യമില്ല. കല്യാണത്തിന് മുമ്പ് 2 ചെക്കന്മാരുടെ കൂടെ നിനക്ക് പ്രേമമില്ലായിരുന്നോടി? 2 പേരെ നീ ഈ വീട്ടിൽ പല സമയത്തായിട്ട് വിളിച്ച് കേട്ടിട്ടില്ലേ? നിൻ്റെ ഉപ്പ എവിടെ ഇല്ലെന്നുള്ളത് നിനക്ക് നന്നായിട്ടറിയാം. നീ നിൻ്റെ ജീവിതം എൻജോയ് ചെയ്യില്ലായിരുന്നോ? എന്തുകൊണ്ടാണ് അവന്മാരെ നീ കല്യാണം കഴിക്കാതിരുന്നത്? അപ്പോഴേക്കും എൻ്റെ ഭാര്യ ഞെട്ടി. എന്തോ ഉമ്മായി പറഞ്ഞത്? എനിക്കങ്ങനെ കാമുകന്മാരൊന്നുമില്ലായിരുന്നു. അയ്യോ, അതുകൊണ്ടായിരിക്കും ഓരോരുത്തരെ വിളിച്ച് കേട്ടിട്ട് നീ ഇവിടെ കിടന്ന് രാത്രി അലയ്ക്കുന്നത്. എടീ, എനിക്ക് ചെവിക്ക് കേൾവിക്കുറവൊന്നുമില്ല. നിന്നെ ഒരു ദിവസം ഞാൻ കൈയോടുകൂടി പിടിച്ചതല്ലേ? അപ്പോൾ നീ എന്താ പറഞ്ഞത്? കല്യാണം കഴിക്കുമെന്ന്. എന്നിട്ട് അവൻ നിന്നെ കല്യാണം കഴിച്ചോ? അവൻ തേച്ചിട്ട് പോയോ അതോ നീ തേച്ചോ? ആർക്കറിയാം, നീ ആയിരിക്കും തേച്ചത്. കാര്യം 2 ഞാൻ കണ്ടത്. 2 ആണോ 2000 ആണോന്ന് ആർക്കറിയാം? എൻ്റെ പൊന്നുമോനെ, ഇവൾക്ക് ധാരാളം കണ്ട് കുളങ്ങൾ പരിചയമുള്ളൊരു കൊക്കാണ്. നിൻ്റെ അടുത്ത് ഇവള് സ്നേഹമാണെന്നും പ്രേമമാണെന്നും ഒക്കെ പറഞ്ഞു കാണും. പക്ഷേ അതല്ല സത്യം. ഇവള് എന്നേക്കാൾ ജഗജില്ലിയാണെന്ന്. ഉമ്മയും അത്ര നല്ലവളൊന്നുമല്ല. ഉപ്പയില്ലാത്തപ്പോൾ നിങ്ങൾക്ക് ആരും കൂട്ടില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉമ്മ പറഞ്ഞു, ഉണ്ടായിരുന്നു, അതിൻ്റെ മിടുക്കം. എന്തായാലും എൻ്റെ മരുമകൻ എൻ്റെ കൂടെ വേണം എന്ന് പറഞ്ഞു. ഒന്നുകിൽ നീ സമ്മതിക്കുക. അവസാനം 2 പെണ്ണുങ്ങളും വാഗ്വാദം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും രഹസ്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാം കണക്കാണ്. ഞാനും അങ്ങനെ 3 പേരും കൂടി സെറ്റപ്പായി. പിന്നെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്തായിരിക്കണം എല്ലാം ആദ്യം, അത് കഴിഞ്ഞും രണ്ടാമത് മാത്രം ഉമ്മയ്ക്ക് അവസരം കൊടുത്താൽ മതിയെന്ന്. ഭാര്യയെ പിണക്കണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാകില്ല, വെറൈറ്റി വേണമെന്ന്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ഐഡിയ ഇട്ടു. എന്തായാലും 2 പേർക്ക് പരസ്പരം പറയാം. അപ്പം പിന്നെ എന്തിനാണ് 2ആയിട്ട് ഞാൻ വെറുതെ എൻ്റെ ഊർജ്ജം വേസ്റ്റ് ആക്കുന്നത്? എല്ലാവർക്കും കൂടി 3 പേർക്കും കൂടി ഒന്നിച്ച് ഒരിടത്ത് സന്തോഷമായി കഴിഞ്ഞുകൂടെയെന്ന്. പക്ഷേ ഭാര്യയ്ക്ക് 8ക്കും 7ക്കും അടുക്കാൻ മടിയാണ്. പക്ഷേ ഞാൻ ഉമ്മയോട് ആ കഥ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ പറഞ്ഞു, നല്ല ഐഡിയയാണ്, വെറൈറ്റികൾ എനിക്ക് പണ്ട് ഇഷ്ടമാണ്. അവൾ പോകാൻ പറ, ഞാനല്ലേ തീരുമാനം എടുക്കുന്നത്. ഇവിടെ അവളുടെ റാണി ഞാനാണെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ മകൾക്കിത്തിരി ചുറുചുറുപ്പ് കുറവുണ്ടായിരുന്നു. പക്ഷേ അമ്മ സിംഹാസനത്തിൽ കയറിയിരുന്ന് നാട് ഭരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ തെള്ളി മാറ്റി ഉടവാളും വാങ്ങിച്ച് സിംഹാസനത്തിൽ അമർന്നിരുന്ന് തുമ്പി തുള്ളാൻ അവളും മത്സരിച്ചു. 2 പേരും മത്സരിച്ചപ്പോൾ ഞങ്ങളുടെ ഹൃദയബന്ധം ഒന്നുകൂടി മനോഹരമായി. അമ്മയും മകളും തമ്മിൽ നല്ല ഒരുമയായി. പിന്നെ 2 പേരും കൂടി എന്നോട് വളരെയധികം മത്സരബുദ്ധിയോട് പെരുമാറി. ആ മത്സരബുദ്ധി എനിക്കും ഗുണകരമായിരുന്നു. മനോഹരമായ സന്തോഷം, അതല്ലേ ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ എപ്പോഴും കലക്കാൻ 2 പേരുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സന്തോഷമാകുമെന്ന് എനിക്ക് തോന്നി. അടിത്തട്ട് കലക്കുന്ന 2 വമ്പൻ സ്രാവുകളായിരുന്നു അവർ 2 പേരും. ഒരു ദിവസം ഉമ്മ പറഞ്ഞു, എടാ ഇവിടെ അങ്ങും അടുത്തു, നമുക്കെല്ലാവരും കൂടി എവിടെയെങ്കിലും ടൂറ് പോകാമെന്ന്. ഞാനപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് സോനു, ഉമ്മ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ചു. അപ്പോൾ ഉമ്മ പറയുകയാണ്, അയ്യോ എന്ത് സൗന്ദര്യമുള്ളൊരു ചെക്കനാണ് ഇവൻ, എങ്ങനെയാടാ
ടൈപ്പാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഉമ്മയ്ക്ക് ഇഷ്ടമാണോന്ന്. പിന്നെ എനിക്കെന്താ കുഴപ്പം മോനെ, ഏത് മുന്തിരിയും കിട്ടിയാൽ പൊളിക്കെന്ന് പറഞ്ഞ് പോകുന്ന ഒരു കുറുക്കത്തിയല്ല ഞാൻ. എനിക്ക് മുന്തിരി തിന്നാനാശ, കൽബിലാശ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവനോട് ഞാനങ്ങ് പറഞ്ഞു. അവനത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി സന്തോഷമായി. അല്ലെങ്കിലും ഇത്തിരി ആൻറ്റിമാരോടൊക്കെ താല്പര്യം കൂടുതലുള്ള ടൈപ്പാണ്. അതുമാത്രമല്ല എൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തിലും അവനൊത്തിരി മതിപ്പാണ്. അനു സൂപ്പർ സുന്ദരിയാണ്, നിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞ് അവൻ എപ്പോഴും പുകഴ്ത്തുമായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായതാണ് അവനെ. പക്ഷേ അനുവിനെ ഈ ഐഡിയ കേട്ട് കഴിഞ്ഞപ്പോൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ ഉമ്മയ്ക്ക് മാത്രം കാര്യങ്ങൾ നടന്നാൽ പോരാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്കിഷ്ടമുള്ള ആളുകളൊക്കെ എൻ്റെ അടുത്ത് വരണമെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു, നിന്നെ ആര് പിടിച്ചു കിട്ടി, നിനക്ക് പോകരുതോ, എവിടെ വേണമെങ്കിലും പോയി വട്ടം കറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ആ ചെക്കൻ വരുന്നു, അവനെ എന്നെ മാത്രം മാനേജ് ചെയ്യാനാണോ ആഗ്രഹം, നീ പിന്നെ എന്തിനിരിക്കുകയാണ്, നിന്നെയും അവന് ഇഷ്ടമാകുമ്പോളെ സഹകരിച്ചു പോകൂ, നിന്റെ സ്വാതന്ത്ര്യം ഇവിടെ ആരും ഹനിക്കാൻ വരുന്നില്ല, നിനക്ക് ആരെ വേണമെങ്കിലും സ്വാഗതം ചെയ്യാം, പക്ഷേ നോക്കിയും കണ്ടും വേണം, ഓർത്തോണം നീ ഒരു ചെറുപ്പക്കാരിയാണ്, അതുമാത്രമല്ല കുട്ടികളുണ്ടായിട്ടുമില്ല, നിന്റെ ഭർത്താവും ചെറുപ്പമാണ്, ഇങ്ങനെ ഒത്തിരി കാലം മുന്നോട്ട് പോകേണ്ടതാണ്, ശ്രദ്ധിക്കണം, ഉമ്മയുടെ കാര്യം അങ്ങനെയല്ല. ഇത് കേട്ടപ്പോൾ അനു പറഞ്ഞു, ശരിക്കും ഉമ്മയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താ ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ഉമ്മയ്ക്ക് ആകെ ഒരു മകൾ മാത്രമേ ഉള്ളൂ, ഇത്രയും നാളും ഭാര്യയും ഭർത്താവും കൂടെ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് മറ്റൊരു കുട്ടി ഉണ്ടായിട്ടില്ല, അത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? അതും എൻ്റെ ഭർത്താവിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയായിരിക്കും, അങ്ങനെ ഗൾഫിലൊക്കെ അല്ലേ, അതുകൊണ്ടാണ് ഉണ്ടാകാഞ്ഞത്. അപ്പോൾ ഉമ്മയ്ക്ക് കുഴപ്പമില്ലെന്നല്ലേ അർത്ഥം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഉമ്മയല്ലേ ശ്രദ്ധിക്കേണ്ടത്? ഉമ്മയുടെ ഭർത്താവ് ഗൾഫിൽ, ഉമ്മയ്ക്ക് അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഉമ്മ തന്നെ നോക്കേണ്ടി വരും. ഇത്ര നാളായിട്ടും പ്രത്യേകിച്ച് അങ്ങനൊന്നും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് ഒന്നും കാണില്ല, അതൊക്കെ എല്ലാം സോൾവ് ആയി പോയി കാണുമെന്ന് ഉമ്മ പറഞ്ഞു. ശരിയാണ്, ഇപ്പം എന്തെങ്കിലും അബദ്ധം സംഭവിക്കണമെങ്കിൽ അതിൻ്റെ കാലം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം കൂടെ ടൂറ് പോയത്. ടൂറിൽ വെച്ച് ഉമ്മയ്ക്ക് അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത ഉത്സാഹമായിരുന്നു. ഉമ്മയും അവനും പ്രണയ ജോഡികളെ പോലെയായിരുന്നു. അത് കണ്ട് തെല്ലസൂയ എനിക്കും തോന്നി. പക്ഷേ എങ്കിലും അവരെ അവരുടെ പാട്ടിന് വിടണം, എങ്കിൽ മാത്രമേ നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അവിടെ ഒരു കേളി നിലയം ഒരുങ്ങുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മയുടെ വിജയഭാവം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനുവിനും ഒരു താല്പര്യം. അനുവും പറഞ്ഞു, എനിക്ക് വേണം പ്രോഗ്രാമുകൾ. അപ്പോൾ ഉമ്മ പറഞ്ഞു, അതിനാരും ആരെ പിടിച്ചു വെച്ചിട്ടില്ലല്ലോ, നീയും പോയിട്ട് വരും മോളെ എന്ന് പറഞ്ഞ് ഉമ്മ ആശീർവദിച്ചു വിട്ടു. അവനെന്തായാലും കോൾ അടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുത്തെങ്കിൽ മാത്രമേ നല്ലൊരു കോർഡിനേഷനുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആ ട്രിപ്പ് പല സമയത്തും ഞങ്ങൾ പിന്നെയും പ്രോഗ്രാം ചാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി. വിശ്വസ്തരായ ഞങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന പല ആളുകളും ഞങ്ങളുടെ കൂട്ടത്തിൽ അണിചേരാൻ വന്നിരുന്നെങ്കിലെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം തോന്നി. എങ്കിലും അത് ഒത്തിരി ഒന്നും പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല, സിറ്റുവേഷൻസ് കൊണ്ടാണ്. എങ്കിലും ഉമ്മയും മകളും എന്തിനും കട്ടക്ക് എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. മാഡം, ഇതിനിടയ്ക്ക് ഈ അടുത്ത കാലത്ത് ഒരു സർപ്രൈസ് ഉണ്ടായി. എൻ്റെ ഭാര്യയ്ക്ക് ഇതുവരെ വിശേഷമൊന്നുമില്ല, എങ്കിൽ ഇത്രയും നാളായല്ലോ, ഇനിയിപ്പം ഒരു നിയന്ത്രണങ്ങളും വേണ്ട എന്ന് വെച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഭാര്യയ്ക്കല്ല വിശേഷമുണ്ടായത്. ഉമ്മ ഒരു സുപ്രഭാതത്തിൽ വന്ന് സംശയം പറയുകയായിരുന്നു. 2-3 മാസമായിട്ട് ഞങ്ങൾ 3 പേര് മാത്രമുള്ള ഒരു യാത്രയിലായിരുന്നു ഞങ്ങൾ. ഉമ്മ പറഞ്ഞത് അനുവിന് വല്ലാത്ത ഷോക്കായി. അവൾ കിറ്റ് കൊണ്ടുവന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ ഇങ്ങനെയായി. ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ പറയേണ്ട കാര്യമില്ല, അവൾക്ക് വല്ലാതെ ദേഷ്യമായിരുന്നു. അവൾ പണ്ടൊരു വാണിംഗ് കൊടുത്താണ്. ഉമ്മ പെട്ടെന്ന് അവളെ ഓവർകം ചെയ്തത് അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. 2 പേരും കൂടെ മുടിഞ്ഞ വഴക്കായിരുന്നു. അവസാനം എന്തായാലും ഉമ്മയ്ക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലോ. ബാപ്പ അവധിക്ക് വരുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം റെഡിയാക്കണം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. വളരെ രഹസ്യമായി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അത് ഒഴിവാക്കിയത്. ഇപ്പോൾ ഉമ്മ റെസ്റ്റിലാണ്. ഉമ്മ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വെച്ചിട്ട് എനിക്കും അനുവിനും റെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഉമ്മയ്ക്കിപ്പോൾ വല്ലാത്ത അസൂയയാണ്. ഞങ്ങളോട് പറയും, ഞാൻ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കണം,
ഞാൻ ശരിയായി വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ഉമ്മ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ മുറിയിൽ വന്നിട്ട് മാത്രമേ പാടുള്ളൂ, അല്ലാതെ എങ്ങും പോകാനും വേറെ ഒരിടത്ത് വെച്ചും ഒന്നും പാടില്ലെന്ന് നിയന്ത്രിക്കുകയാണ്. ഉമ്മ പറയുന്ന പോലെ കേൾക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ എല്ലാ വൈകുന്നേരങ്ങളും മാറ്റിവെച്ചിരിക്കുന്നത്. റെസ്റ്റ് എന്ന് പറയുന്നൊന്നും പുള്ളിക്കാരിക്ക് ഒട്ടും ഇഷ്ടമല്ല. കൂട്ടത്തിൽ ചേർന്ന് കുമ്മിയടിക്കാൻ പുള്ളിക്കാരി പാടുപെടുകയാണ്. ശരിക്കും എത്ര ദിവസം റെസ്റ്റ് വേണം മാഡം? ഞാൻ ഒരു 3 മാസമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്. 3 മാസത്തിന് മുമ്പേ റെസ്റ്റ് മുടക്കി കൂട്ടുചേർന്ന് കുമ്മിയടിച്ച് ആഹ്ലാദിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം? സാധാരണ ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 2 ആഴ്ചത്തെ റെസ്റ്റ് ആവശ്യമാണ്. അത് കഴിഞ്ഞ് മനുഷ്യൻ്റെ മനസ്സ് ശരീരമൊക്കെ ഒന്ന് ഹീലാകുമ്പോൾ അവർക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇത്ര ലൈഫ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പ്രായവും മറ്റ് സിറ്റുവേഷൻസും എപ്പോഴാണ് ഇത് ചെയ്തത്, എത്ര ആഴ്ച കഴിഞ്ഞിട്ടാണ്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കണക്കിലെടുത്തായിരിക്കാം ഡോക്ടർ പറഞ്ഞത് 3 മാസത്തേക്ക് റെസ്റ്റ് വേണമെന്ന്. സാധാരണ നമുക്ക് 2 ആഴ്ച പോട്ടെ, ഒരു 1.5 മാസം വരെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഹീലായി എല്ലാം ഓക്കെ ആയി നമ്മളുടെ പഴയ രീതിയിലുള്ള ഒരു ലൈഫിലേക്ക് പോകാവുന്നതാണ്. 3 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ഏത് സർജറി ചെയ്താലും അല്ലെങ്കിൽ എന്താണെങ്കിലും അത്രയും റെസ്റ്റ് ടൈം ഡോക്ടർമാർ പറയുന്നതാണ്. കാര്യം കുറച്ചുകൂടി സേഫ്റ്റി മെഷേഴ്സ് ഓർത്തുകൊണ്ട് പറയുന്നതാണ്. എന്തായാലും ഒരു നല്ല സേഫ് പീരീഡ് എന്ന് പറയുമ്പോഴേക്കും ഒരു 45 ദിവസമാണെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അതൊക്കെ അറിഞ്ഞും കണ്ടും ഒക്കെ മുന്നോട്ട് പോവുക എന്ന് വെച്ചിട്ട് എല്ലാ കാര്യത്തിനും ഭയങ്കരമായ ആവേശം കാണിച്ച് എടുത്ത് ചാടേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ബന്ധത്തിൻ്റെ നാൾ വഴികൾ ഒക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അത് അത്ര നല്ല കാര്യമല്ലെങ്കിലും സാങ്കേതികമായ പല കാര്യങ്ങളും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഇത്തരം അബദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഈ ബന്ധമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ 3 പേരും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ മൂലമായിരിക്കും. നിങ്ങൾ 3 പേർക്കും ഓക്കെ ആണെങ്കിൽ നിങ്ങളത് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും. അതിപ്പം പുറത്തുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്താലും ഇല്ലെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ ഈ 3 പേര് അല്ലെങ്കിൽ 4 പേരാണെങ്കിലും 10 പേരാണെങ്കിലും ആ 10 പേർക്കിടയിലും നല്ലൊരു ഐക്യമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ഒരു വളഞ്ഞ വഴികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പം എല്ലാ കാര്യത്തിനും ഒരു ക്ഷമയും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ വേണം. അപ്പോൾ അത് ഉണ്ടായിരിക്കണം. വിവേകത്തോടുകൂടി ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഡോക്ടർ പറഞ്ഞെങ്കിൽ എത്ര നാൾ റെസ്റ്റ് എടുത്തോളൂ, എന്ത് സംഭവിക്കാനൊന്നും സംഭവിക്കില്ല.